അടുത്തത് ഉദ്ഘാടന പ്രസംഗമാണ്. അതിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേമാജി പിഷാരടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രപഞ്ച പ്രപഞ്ച നിയന്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളിലേവരിലേക്കും ധാരാളമായി കടന്നു വരട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ പ്രഖ്യാപനങ്ങൾക്കു ശേഷം മണ്ഡല പ്രഖ്യാപനങ്ങളും, മണ്ഡല പ്രഖ്യാപനങ്ങൾക്കു ശേഷം പഞ്ചായത്ത് തല പ്രഖ്യാപനങ്ങളും, പഞ്ചായത്തുകൾക്ക് ശേഷം വാർഡ് യൂണിറ്റ് തല പ്രവർത്തനങ്ങളും എല്ലാം വളരെ ഭംഗിയായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജൈത്ര യാത്രയുടെ ഭാഗമായിട്ടുള്ള സഞ്ചാരത്തിൽ ഇന്ന് എറണാകുളം ജില്ലയിലെ കടുങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെയും ഔദ്യോഗികമായി ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്ന കർമ്മം തന്നെയാണ് നടന്നു വരുന്നത്. മനോഹരമായ ഈ സായന്തനത്തിൻ്റെ സന്ധ്യ കഴിഞ്ഞ് രാത്രിയോടടുക്കുന്ന യാമത്തിൽ മനോഹരമായ ഈ ധന്യ മുഹൂർത്തത്തിന് അധ്യക്ഷത വഹിക്കുന്ന കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ശ്രീ എൻ രാമചന്ദ്രൻ സാർ അവർകൾ, നമുക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ ശ്രീ KH സദഹത്ത്, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൂടിയായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ സമദ് നെടുമ്പാശ്ശേരി, ഭാരവാഹികളെ പ്രഖ്യാപിക്കുക എന്ന മഹത്തായ കർമ്മം നിർവഹിക്കുന്ന മണ്ഡലം സെക്രട്ടറി ശ്രീ KM നൈന സാർ, ആശംസകൾ അർപ്പിക്കുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാർ, ജില്ലാ കമ്മിറ്റി മെമ്പർ PC ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് അഷ്റഫ് നഹിയ, പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികൾ, നന്ദി അർപ്പിക്കുന്ന കുഞ്ഞുബീരാൻ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയെ കാണുന്നതിനും കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അണിചേരുന്നതിനും നെഞ്ചിലേറ്റുന്നതിനും ഒക്കെയായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അഭ്യുദയ കാംക്ഷികളെ, നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ പേരിൽ കൂടിയുള്ള സ്നേഹവും തീഷ്ണവും ഊഷ്മളവുമായ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ ആദ്യമേ അർപ്പിച്ചുകൊള്ളട്ടെ. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ജനങ്ങളിലേക്ക് ധാരാളമായി ഇറങ്ങിച്ചെന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഞങ്ങളെ കാണുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇതിന്റെ വൈദ്യുത സംവിധാനത്തിൽ ഭാരവാഹിത്വം വഹിക്കുന്ന സുഹൃത്തുക്കളോട് ഈ വെളിച്ചം നിങ്ങളിലേക്ക് തിരിച്ചു വയ്ക്കുവാനായി ആദ്യമേ തന്നെ അപേക്ഷിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ ചിന്തകൾ അപ്രകാരമാണ് ജനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ കാണേണ്ടതുണ്ട്, സഹകരിക്കണം എന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ ജൈത്രയാത്ര തുടരുന്നു എന്ന പദം ബോധപൂർവം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. കാരണം
സ്വാതന്ത്ര്യത്തിനു ശേഷം 65 വർഷങ്ങളോളം നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഇന്ന് വേദനയുടെ നടുക്കയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ആ വേദനയുടെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അകാരണമായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് ഒഞ്ചിയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ TP ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ് എന്ന് മെയ് 4-ാം തീയതിക്ക് ശേഷം ഇന്ന് 20-ാം തീയതി ആകുമ്പോഴും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നാണ് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ താൻ വിശ്വസിച്ചിരുന്ന ഒരു നയത്തിൽ അതിനോട് യോജിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പിന്തിരിഞ്ഞു. വളരെയധികം ദൃഢനിശ്ചയം ഉണ്ടായിരുന്നത് കൊണ്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടും തന്റേതായ ആശയ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നിരുന്നത് കൊണ്ടും ഒരുപക്ഷെ അദ്ദേഹം മാതൃപാർട്ടിയിൽ നിന്ന് മാറിപ്പോയി പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചു എന്നുള്ളത് തെറ്റാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. അറിഞ്ഞിടത്തോളം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ഉദാത്തമായ ഒരു മനുഷ്യ സങ്കല്പത്തിന് ഉടമയായിരുന്നു. നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, വീട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. പറയത്തക്ക യാതൊരുവിധ കുറ്റങ്ങളും ആ മനുഷ്യനിൽ ചാർത്തുവാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് സാക്ഷര കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന മലയാള മണ്ണിൽ നിന്നുകൊണ്ട് മലയാളികൾക്ക് 51 അക്ഷരങ്ങൾ ഉണ്ട് എന്ന വിശേഷണത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ആ മുതൽ ഹ വരെ ള ഴ റ എന്നുവരെ ഉച്ചരിപ്പിക്കുന്ന രീതിയിൽ അയ്യോ എന്നും ആഹ എന്നും ഹന്ത എന്നും ഉച്ചരിപ്പിക്കുന്ന തലത്തിൽ മലയാളി മനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് ആ മുഖത്തു തന്നെ 51 അക്ഷരങ്ങൾ സാക്ഷര കേരളം അദ്ദേഹത്തിന് സമ്മാനിച്ചത് എന്ന ചോദ്യത്തിന് നാം തീർച്ചയായും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സമകാലിക രാഷ്ട്രീയം സൗമ്യയുടെ മരണത്തിനു ശേഷം, സമകാലിക രാഷ്ട്രീയമല്ല, സമകാലിക കേരളം സൗമ്യയുടെ മരണത്തിനു ശേഷം ഇനി ഇങ്ങനെ ഒരു വേദനയ്ക്ക് കാരണമായി തീരരുതേ എന്ന് നൊന്തുരുകി പ്രാർത്ഥിച്ച എന്റെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ആ വേദനയെ മാറുന്നതിന് മുമ്പ് തന്നെ അതിനേക്കാൾ ക്രൂരവും ബീഭത്സവും നിഷ്ഠൂരവും പൈശാചികവും ആയ മറ്റൊരു മരണത്തിന്റെ മുഖത്തെ നേരിൽ കണ്ടിരിക്കുന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വക്താക്കൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രിയപത്നി രമയെ, കുടുംബത്തെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിരുന്നു. ഏതു രീതിയിലാണ് കാലം അകാലത്തിലേൽപ്പിച്ച വൈധവ്യ ദുഃഖത്തിൽ ഇരിക്കുന്ന അവരെ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് വെൽഫെയർ പാർട്ടിയുടെ വക്താക്കളായ ഞങ്ങൾക്ക് അറിയുവാൻ പാടില്ലേയിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ ഷഫീഖ് സാഹിബ് 80 വയസ്സിന് മീതെയായി പ്രമേഹ രോഗം കൊണ്ടും കണ്ണിന് കാഴ്ച മങ്ങി വരികയും ചെയ്യുന്ന ആ അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ ആശ്വസിക്കൂ, കേരളം മുഴുവൻ അമ്മയോടൊപ്പമുണ്ട്, അമ്മയുടെ മകനോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞു. ആ സഹോദരിയെ ഞങ്ങൾ ആശ്വസിപ്പിച്ചു. കരുത്തു കളയരുത്, പിടിച്ചു നിൽക്കണം എന്ന്. വൈകാരികത നിറഞ്ഞ രമയുടെ കണ്ണുകളിൽ നിന്ന് ഈറ്റു വീഴുന്ന കണ്ണുനീര് എന്റെ കണ്ണുകളിലൂടെ കൂടെ പകർന്നു നൽകിയ നിമിഷം, വൈകാരികതയില്ലാതെ, സ്നേഹമില്ലാതെ, ആർദ്രതയില്ലാതെ, കാരുണ്യമില്ലാതെ ആ കുടുംബത്തിൽ നിൽക്കുവാൻ ഞങ്ങൾക്കാർക്കും സാധിക്കുകയില്ലായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചിരിക്കുന്നു, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ വൈകാരികമായ വാക്കുകളായി മാത്രമേ അവർ ആരോപിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നുള്ളൂ എന്ന്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ വൈകാരികമായ കാര്യങ്ങളിൽ വൈകാരികമായി തന്നെ ഇടപെടുകയും ബുദ്ധിപരമായ കാര്യങ്ങളിൽ ബുദ്ധിപരമായി ഇടപെടുകയും വിവേകം കണക്കാക്കേണ്ട സമയങ്ങളിൽ വിവേകപൂർവം ഇടപെടുകയും ചെയ്യുന്നു എന്നതുകൊണ്ട്
രമ എന്ന സഹോദരി ഇന്ന് എഴുതിയ തുറന്ന കത്തിനെയും അവർ നമ്മളുടെ മുമ്പിൽ നീട്ടിയ കണ്ണുനീരിനെയും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ നെഞ്ചിലേറ്റുക തന്നെ ചെയ്യുന്നു. അതാ ആർദ്രതയുടെ ഭാഗമാണ്, മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. മരിച്ചത് ഒരു രാഷ്ട്രീയക്കാരനല്ല, TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. നാട്ടുകാർക്ക് പ്രിയപ്പെട്ട സുഹൃത്താണ്, രമയ്ക്ക് പ്രിയപ്പെട്ട ഭർത്താവാണ്, നന്ദുവിന് പ്രിയപ്പെട്ട അച്ഛനാണ്, അമ്മയ്ക്ക് പ്രിയപ്പെട്ട മകനാണ്, മരുമകനാണ്. ഇപ്രകാരം ഈ മണ്ണിൽ ജീവിച്ചിരുന്ന മനുഷ്യനോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വെൽഫെയർ പാർട്ടി സന്നദ്ധമാണ് എന്നുള്ളത് കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടൊപ്പം പറയുകയാണ്. ഇത് മനുഷ്യന്റെ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ആർദ്രതയുള്ള, സ്നേഹമുള്ള, കാരുണ്യമുള്ള, വിവേകമുള്ള, ക്ഷമാശീലമുള്ള, ശാന്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന പാർട്ടിയാണ്. കുറ്റബോധമില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ ആ അമ്മയുടെ കാൽക്കൽ ചെന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത മനുഷ്യർക്ക് മാത്രമേ രമ എന്ന് പറയുന്ന സഹോദരിയുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ സാധിക്കുകയുള്ളൂ. സാംസ്കാരിക കേരളം ഇന്ന് TP ചന്ദ്രശേഖരന്റെ മരണത്തോട് പ്രതികരിക്കുകയും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് കൊണ്ടിരിക്കുന്നു. ശ്രീമതി സാറ ജോസഫ് പറഞ്ഞിരിക്കുന്നു, 10 പേരൊഴികെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യത്വത്തിന്റെ ഉടമകളാണ് എങ്കിൽ അവർ ഈ ചന്ദ്രശേഖരന്റെ മരണത്തിൽ ദുഃഖിക്കുന്നു എന്ന്. ആരാണ് ഈ 10 പേർ? ഒഴിവാക്കപ്പെട്ട 10 പേർ ആരാണ്? അവരെ നമ്മൾ എന്തു വിളിക്കണം? അതാണ് ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ഒഴിവാക്കപ്പെട്ട 10 പേരെന്ന് 10, 15, 20 പേര് എന്ന് ഒരുപക്ഷെ ശ്രീമതി സാറ ജോസഫ് നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തികളെ വെൽഫെയർ പാർട്ടി എന്തു വിളിക്കണം? അല്ലെങ്കിൽ സഹോദരന്മാരുള്ള, സഹോദരിമാരുള്ള, ഭർത്താക്കന്മാരുള്ള, മക്കളുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എന്തു വിളിക്കണം? ഇത് മാനിഷാദ പാടിയ കേരള മണ്ണാണ്, ഭാരത മണ്ണാണ്. ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ വേടനോട് മാനിഷാദ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖത്തിൽ നിന്ന്, ശോകത്തിൽ നിന്ന് ആദികാവ്യം രചിച്ച, ശ്ലോകം രചിച്ച വാൽമീകി മഹർഷിയുടെ മനപരിവർത്തനത്തിന്റെ നാടാണ് ഈ കേരളം. ആ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ആ രമയുടെ കണ്ണുനീരിന്റെ ശോകത്തിൽ നിന്നുണ്ടായ ശ്ലോകത്തിന്റെ ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഉറപ്പു നൽകുന്നു, താക്കീത് നൽകുന്നു. ഇതുപോലെയുള്ള കാട്ടാളന്മാരോട് വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഇതാ കേരളത്തിൽ അവതാരം എടുത്തിരിക്കുന്നു. അതാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ഈ നീക്കി നിർത്തപ്പെടുന്നവർ കുറ്റബോധത്തിന്റെ പേരിലായാലും ഏത് അധികാര ധാർഷ്ട്യത്തിന്റെ പേരിലായാലും ഇന്നിപ്പോൾ മാറി ചിന്തിച്ചുകൊണ്ട് VS അച്യുതാനന്ദനെ പോലുള്ളവർ മാറി ചിന്തിച്ചുകൊണ്ട് ചിന്തിക്കുന്നു എങ്കിലും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, ഈ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം എന്ന് തീർത്തും വ്യവച്ഛേദിച്ച് കഴിഞ്ഞിട്ടില്ലാത്ത കൊലപാതകത്തിന്റെ പുറകിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനോ VS അച്യുതാനന്ദനോ പിണറായി വിജയനോ BJPക്കോ ഇതുവരെ കേരള രാഷ്ട്രീയത്തിന്റെ കൊടിയേന്തിയ ഒരു ആളുകൾക്ക് പോലും, ഒരു പാർട്ടിക്ക് വക്താക്കൾക്ക് പോലും ഒഴിവാക്കാനാകുകയില്ല. ഇതാരാണ് കണ്ടുപിടിച്ചത് എന്ന് തെളിയിച്ചുകൊണ്ട് സമൂഹ മനസാക്ഷിക്ക് മുമ്പിൽ ഉത്തരം പറയാതിരിക്കുന്നിടത്തോളം കാലം എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അധികാരി വർഗവും പ്രതിപക്ഷവും ഇതിന് ഉത്തരവാദികളാണ് എന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മനുഷ്യത്വത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക തന്നെ ചെയ്യുന്നു. അതിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കുക തന്നെ വേണം. അതാ പെൺകുട്ടിയോട് ചെയ്യേണ്ട നീതിയാണ്, ഈ സമൂഹത്തിന് നൽകേണ്ട ഉത്തരമാണ്, ആ അമ്മയ്ക്ക് നൽകേണ്ട മറുപടിയാണ്. ആ മനുഷ്യൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ക്രൂരവും നീചവും ബീഭത്സവും നിഷ്ഠൂരവും പൈശാചികവും മൃഗീയവുമായ മരണത്തിന് കീഴ്പ്പെട്ടത് എന്ന് നമ്മളോട് ഉത്തരം പറയുവാൻ കൊട്ടേഷൻ സംഘമാണ് എന്നോ രാഷ്ട്രീയ കൊലപാതകമാണ് എന്നോ കൊട്ടേഷൻ അല്ല എന്നോ എന്തൊക്കെ പറഞ്ഞാലും മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ആ ഒരു അന്ത്യചുംബനം നൽകുന്നതിനുള്ള അവകാശം പോലും ആ പെൺകുട്ടിക്കും അമ്മയ്ക്കും മകനും നിഷേധിച്ചുകൊണ്ട് ഇത്രമാത്രം ക്രൂരമായ കർമ്മങ്ങൾ ചെയ്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇനി കേരളീയ മണ്ണിൽ വേണ്ട എന്ന് ഉറപ്പിച്ചു പറയും
പറയുവാൻ വെൽഫെയർ പാർട്ടി തയ്യാറാണ്. ആ രക്തത്തിൽ നിന്നുകൊണ്ട് മനപരിവർത്തനം ഉണ്ടാകണം. ഇപ്രകാരം രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇനി കേരള മണ്ണിൽ വേണോ വേണ്ടയോ എന്നുള്ള ആത്മവിശകലനത്തിന് വെൽഫെയർ പാർട്ടി കേരളീയ ജനമനസ്സുകളെ, മനസ്സാക്ഷികളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു മനുഷ്യനാണ് എങ്കിൽ ഇതിനെ നിങ്ങൾ കണക്കാക്കണം. 60-65 വർഷം സ്വാതന്ത്ര്യത്തിനു ശേഷം നമ്മളെ പലവിധ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, ഓരോ കൊടിക്ക് കീഴിൽ നമ്മളെ നിർത്തിക്കൊണ്ട്, നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, നമ്മളെ വഞ്ചിച്ചുകൊണ്ട്, നമ്മളെ പറ്റിച്ചുകൊണ്ട്, അഴിമതി നടത്തിക്കൊണ്ട് ഇവരിവിടെ അധികാരത്തിന്റെ രാഷ്ട്രീയ ധാർഷ്ട്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇനി അപ്രകാരമുള്ള രാഷ്ട്രീയ ധാർഷ്ട്യത്തിന് കൂട്ടുനിൽക്കുവാൻ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയിൽ അണിചേരുന്ന ഒരു മനുഷ്യൻ പോലും സന്നദ്ധമാവുകയോ തയ്യാറാവുകയോ ഇല്ലാതെ പ്രതികാരത്തോ ബുദ്ധിയോട് കൂടി അല്ലാതെ തന്നെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരായ രാഷ്ട്രീയ പാർട്ടിയല്ല. പക്ഷെ ആത്മവിശകലനത്തിന് സഹായകരമാകുന്ന, പശ്ചാത്തപിക്കാൻ ഇടവരുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ വെൽഫെയർ പാർട്ടിക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, TP ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് കേരള മണ്ണിനെ രാഷ്ട്രീയം ബോധ്യപ്പെടുത്തണം. എന്തായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്? സ്വന്തം പിതൃകർമ്മങ്ങൾക്ക് ആ അന്ത്യകാലങ്ങളിൽ ഊന്നുവടിയാകേണ്ട പുത്രൻ, ഉദകക്രിയകൾ ചെയ്യേണ്ട പുത്രൻ, പുന്നാകം എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് തന്നെ രക്ഷിക്കേണ്ടതായ പുത്രനെ നൊന്തു വളർത്തിയ ആ അമ്മയ്ക്ക് രാഷ്ട്രീയം സമ്മാനിച്ചത് പുത്രദുഃഖത്തിന്റെ വേദനയാണ് എങ്കിൽ മഹാഭാരത യുദ്ധം നടന്ന ഈ ഭൂമിയില് ഏറ്റവും കൂടുതൽ വേദനിച്ചത് അമ്മമാരായിരുന്നു. ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഇവിടെ അമ്മമാരായിരുന്നു. ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഇവിടെ ഭാര്യമാരായിരുന്നു. അവരുടെ ശാപവചനങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് ഞാനൊക്കെ വിശ്വസിക്കുന്ന അവതാര പുരുഷനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും സാധിച്ചില്ല എന്നുള്ളത് ചരിത്രം, ഇതിഹാസം, പുരാണം, ആത്മീയത നൽകുന്ന പാഠമാണ്. തന്റെ 101 മക്കളെ കൊന്നുകളഞ്ഞ ഭീമസേനോട് പെരുമാറുന്ന ഗാന്ധാരി ദേവിയെ, വിണിതല്ലോ കിടക്കുന്നു ധരേണിയിൽ ശോണിതവൂമണിഞ്ഞയ്യോ ശിവശിവ എന്ന് ഭഗദത്തന്റെ പിന്നാലെ വരുന്ന നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചെല്ലഴൂം അർജുനൻ തന്റെ തിരുമകൻ എന്ന അഭിമന്യുവിനെ കണ്ടപ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്റെ 100 മക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും അതിലേറെ വേദനിച്ചത്, ഗാന്ധാരി ദേവി വേദനിച്ചത് അഭിമന്യുവിന്റെ മൃതശരീരം കണ്ടിട്ടായിരുന്നു. 17 വയസ്സ് തികയാത്ത സുന്ദര സ്വരൂപനായിരിക്കുന്ന അഭിമന്യുവിന്റെ മൃതശരീരം കണ്ടിട്ട് വേദനിക്കുകയും ആ മൃതശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇത്ര കുടിലത്വമുണ്ടായൊരുത്തനെ പൃഥ്വിയിൽ ഇങ്ങനെ കണ്ടിയില്ല കേശവ എന്ന് നെഞ്ചത്ത് വെച്ച് കൈവച്ചുകൊണ്ട് അവൻ മുഖത്ത് നോക്കി സംസാരിച്ച ഗാന്ധാരി ദേവിയുടെ മാതൃത്വത്തിന്റെ സവിശേഷതയുണ്ടെങ്കിൽ പാഞ്ചാലി ദേവിയുടെ ആ മുടിയ തന്നോട് തീർത്തും ക്രൂരമായി പെരുമാറിയ ദുശാസനന്റെ ചോര വിളർന്ന് മാറുവിളർന്ന് കിട്ടുന്ന ചോര കൊണ്ട് മാത്രമേ എന്റെ മുടി കെട്ടിവെക്കുകയുള്ളൂ എന്ന് ശപഥം ചെയ്ത ആ പാഞ്ചാലിയുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇവർക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. ഇത്ര കുടിലത്വമുണ്ടായിരുന്ന ഇങ്ങനെ പിണറായി വിജയനെ കണ്ടില്ല, അല്ലെങ്കിൽ അച്യുതാനന്ദനെ കണ്ടില്ല, ഉമ്മൻചാണ്ടിയെ കണ്ടില്ല എന്ന് അവരുടെ മാതൃത്വം വിലപിക്കുമ്പോൾ അവരുടെ ശാപവചനങ്ങൾ 36 വർഷത്തിനു ശേഷം ഏറ്റുവാങ്ങിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര ഭൂമികയിൽ നിൽക്കുമ്പോൾ ഈ മനസാക്ഷിക്കുത്തിൽ നിന്ന് ഷേക്സ്പിയറിന്റെ നാടകത്തിലെ കഥാപാത്രങ്ങളെ പോലെ, പീലാത്തോസിനെ പോലെ രക്തക്കറയുടെ കൈകളിൽ ഇങ്ങനെ മറഞ്ഞ് മറഞ്ഞ് പോകുവാൻ സാധിക്കുമെങ്കിലും മനസാക്ഷിയുടെ കോടതിയിൽ നിന്ന് അഭയ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല, ഫസൽ വധം തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മലബാർ സിമന്റ്സിന്റെ ഉദ്യോഗസ്ഥന്റെ വധം തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ തെളിയിക്കപ്പെടാതെ പോകുന്ന മരണങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മനസാക്ഷിയിൽ അവരുടെ കൈകളിൽ നിന്ന് ആ രക്തത്തിന്റെ കറ പോകാതെ വിഭ്രാന്തിയിൽ അകപ്പെട്ടു പോയത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ പരസ്പരം പഴിചാരുകയും വിഴുപ്പലക്കുകയും ബന്ധമില്ലാത്തതായ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ആ സംസാരിച്ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചിലരൊക്കെ പറഞ്ഞു വെച്ചു, നിങ്ങൾ ആരും ഇപ്പോൾ ചന്ദ്രശേഖരന്റെ മരണത്തെ കുറിച്ച് പ്രതികരിക്കരുത്, ഒരക്ഷരം മിണ്ടിപ്പോകരുത്, നെയ്യാറ്റിൻകര ഇലക്ഷൻ കഴിയട്ടെ. എന്റെ പ്രിയപ്പെട്ട കടുങ്ങല്ലൂരിലെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്, നീ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ വെറും വോട്ട് ബാങ്കുകൾ മാത്രമാണോ? നമ്മളെ അച്ഛനല്ലേ, അമ്മയല്ലേ,
സഹോദരനല്ലേ, സഹോദരിയല്ലേ, മകളല്ലേ, മരുമകളല്ലേ, കാമുകിയല്ലേ, ഏതേതെല്ലാം ഭാവങ്ങൾ നമുക്കുണ്ട്. നമ്മൾ വെറും വോട്ട് ബാങ്കുകൾ മാത്രമാണോ? നമുക്ക് ചെയ്യാനുള്ള കർമ്മം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ? അവര് പറയുന്നത് അതല്ലേ? മിണ്ടാതിരിക്കൂ കുറച്ചു ദിവസത്തേക്ക്. ഇത്രയും കാലം പറഞ്ഞു ഇവിടെ മണ്ണെണ്ണ കിട്ടാനില്ല, പച്ചക്കറിക്ക് വില കൂടിയിരിക്കുന്നു, മരുന്നുകൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു, പാചകവാതകത്തിന് ക്ഷാമം വന്നിരിക്കുന്നു, ജനങ്ങൾ ടോള് കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നു. ഇപ്രകാരമുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്കൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ കടന്നു ചെല്ലാൻ സമയമില്ല. ഞങ്ങൾക്ക് വലുത് നെയ്യാറ്റിൻകരയിലെ എലക്ഷൻ ആണ്, ഞങ്ങൾക്ക് വലുത് സെൽവരാജാണ്, ഞങ്ങൾക്ക് വലുത് ലോറൻസ് ആണ്, ഞങ്ങൾക്ക് വലുത് രാജേട്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരെ നിഷ്കാസിതരാക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി ഒരു വെൽഫെയർ പാർട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വെറും വോട്ട് ബാങ്കുകളല്ല, ഞങ്ങൾ മനുഷ്യരാണ്, കാരുണ്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, ദയയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ രമയുടെ കണ്ണുനീരിനോടൊപ്പം നിൽക്കാൻ വെൽഫെയർ പാർട്ടിക്ക് സന്നദ്ധതയുണ്ട്. അവർ അതിനെ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് വലുത് ഒരു MLA അല്ല, ഞങ്ങൾക്ക് വലുതൊരു MLA അല്ല. സെൽവരാജ് ജയിക്കുകയോ സെൽവരാജ് തോൽക്കുകയോ, ലോറൻസ് ജയിക്കുകയോ ലോറൻസ് തോൽക്കുകയോ, രാജേട്ടൻ വരികയോ വരാതിരിക്കുകയോ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്രമാത്രം നികൃഷ്ടമായ മനുഷ്യ മനസ്സുകൾക്ക് കടന്നു വരാൻ കഴിയാത്ത, മനസാക്ഷിയുള്ളവർക്ക്, സുമനസ്സുകൾക്ക്, നല്ലവർക്ക് കടന്നു വരാൻ കഴിയാത്ത കൊട്ടേഷൻ സംഘത്തിന്റെ, കൂലിത്തൊഴിലാളികളുടെ, നോക്കുകൂലിക്കാരുടെ അല്ലെങ്കിൽ അഴിമതിക്കാരുടെ കുത്തകയായി തീർന്നുവോ എന്ന് വെൽഫെയർ പാർട്ടി ചിന്തിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ആ വേദനയെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. സമകാലിക രാഷ്ട്രീയത്തോട് നമുക്ക് വളരെ, അതിനുശേഷവും ചേലക്കരയിൽ വേറൊരു പാർട്ടി പ്രവർത്തകൻ മരിച്ചില്ല, അങ്ങനെ അതിന്റെ ആക്രമണത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്നു. ഒരു ആശയത്തെ വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോവാൻ കഴിയാത്ത വിധം മനുഷ്യ മനസ്സുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇനി ഈ കേരള മണ്ണിൽ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മാറ്റത്തിന്റെ കനലുകളുമായി ജനമനസ്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ. 60 വർഷം ഇവിടെ ഭരിച്ചവരാണ്. ഇപ്പോൾ ഒരു MLA സ്ഥാനത്തിന് വേണ്ടി പിറവം കഴിഞ്ഞതിന് ശേഷം അതിന്റെ പുറകിൽ എന്താണ് എന്നറിയില്ല. തന്റേതായ നൂൽപ്പാലവും തൂക്കുപാലവും ഒക്കെ വിശേഷിപ്പിക്കുന്ന അധികാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ വളരെയധികം ക്രൂരമായ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തെറ്റുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ വിശ്വസിക്കുന്നു, നമ്മുടെ ഭാഗത്ത് തെറ്റുപറ്റി. എന്തായിരുന്നു നമുക്ക് പറ്റിയ തെറ്റ്? രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ല മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തതായ അഴുക്കുചാലാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു വെച്ചതുപോലെ ആത്മഹത്യക്കും കൊലപാതകത്തിനും ഇടയിലുള്ള ആർത്തനാദം പോലെയുള്ളതാണ് ജീവിതം എന്ന് ധരിച്ചു വെച്ചതുകൊണ്ട് ഈ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടി രാവും പകല് അഹോരാത്രം കഷ്ടപ്പെടുക എന്നൊരു കർമ്മം മാത്രം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ വളർത്തുക, ഭാര്യമാരായിരിക്കുക, വെറും വോട്ട് ബാങ്കുകൾ മാത്രമായിരിക്കുക എന്ന കർമ്മത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായ ഒരു നിസ്സംഗത, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു നിസ്സംഗതയുണ്ടായിരുന്നു. ഒന്നിലും ഇടപെടാതെ ഞാൻ എനിക്ക് എൻ്റെ ജീവിതം എന്ന രീതിയിൽ ആ നിസ്സംഗത നമ്മളെ, പ്രത്യേകിച്ച് സ്ത്രീപക്ഷത്തെ പാർശ്വവൽക്കരിക്കുന്നതിനും പ്രാന്തവൽക്കരിക്കുന്നതിനും ഒരർത്ഥത്തിൽ അവഗണിക്കുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട്. ആ അവഗണനയിൽ നിന്ന് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന തലത്തിലേക്ക് കേരളത്തിലെ സ്ത്രീകൾ ഉയരണമെന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 50% സംവരണം എന്ന് പറയുന്ന നിയമാവലികൾക്കുള്ളിൽ നിൽക്കാതെ 60, 70, 75 ആയാൽ പോലും ഗ്രാമസഭകളിലും സജീവമാവുകയും പഞ്ചായത്ത് തലങ്ങളിലും നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും രാജ്യസഭയിലേക്കുമൊക്കെ
അംഗനമാർ കടന്നു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചു വരുന്നത്. ഇതുവരെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മളെ വെറും ബാനർ പിടുത്തക്കാർ മാത്രമായിട്ടാണ് കണ്ടുവന്നിരുന്നത്. 84 അംഗ സമിതിയിലില്ല, PBയിൽ ഇല്ല, രാജ്യസഭയിലേക്ക് വൃന്ദ കാരാട്ടിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവിടേക്ക് അയക്കാനായിട്ട് സാധിക്കുകയില്ലേ? ഭർത്താവ് ഉണ്ട്, പാർട്ടിയിലുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ ഭാര്യയായിരിക്കുന്ന പാർട്ടിക്കാരായി നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന കുടുംബ വ്യവസ്ഥയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും ആ വ്യവസ്ഥയിലൂടെ തന്നെ ഇപ്പോഴും എല്ലാവരും സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം. വളരെ കാലം നിന്ന പാർട്ടിയിൽ നിന്ന് സിന്ധു ജോയി മതവിശ്വാസം വെച്ച് പുലർത്തി എന്ന കാരണത്താൽ സിന്ധു ജോയിയെ പാർട്ടി പുറത്താക്കി. പ്രിയപ്പെട്ട സഖാവ് അവരെ കുറിച്ച് മോശമായി സംസാരിച്ചു. ശ്രീമതി സരോജിനി ബാലാനന്ദനെ പോലുള്ളവർ പാർട്ടി കോൺഗ്രസിൽ നിന്ന് കണ്ണുനീരോടുകൂടി ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ്, ബീഡി തൊഴിലാളികളുടെ പാർട്ടിയാണ്, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പാർട്ടിയാണ്, കയറ് വിരിക്കുന്നവരുടെ പാർട്ടിയാണ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടിത്തന്നു. അതിനുശേഷം അധികാരം കൊയ്യണം നാം ആദ്യം, അതിനു പിന്നാകട്ടെ പൊന്നാര്യൻ എന്നു നമ്മളെ പഠിപ്പിച്ചു. പരിപ്പുവടയും കട്ടൻ ചായയും കഴിച്ചിരുന്നവർ കോർപ്പറേറ്റുകൾക്കും മാഫിയകൾക്കും അതിനേക്കാൾ ഉപരി ഗുണ്ടകൾക്കും കൊട്ടേഷൻ സംഘങ്ങൾക്കും വരെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് കണ്ടു. കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചത്, കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഈ കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ മാസം കോഴിക്കോട് നഗരിയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം രൂപയാണ് അവര് പാർട്ടി കോൺഗ്രസിന് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചെങ്കടല്, ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലൊക്കെയായിരുന്നു. അതിനിടയിൽ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു. 10 വയസ്സായ പെൺകുട്ടി, ആ പെൺകുട്ടി മരിച്ചതിനെ മരണകാരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ആമാശയത്തിൽ നിന്ന് മണ്ണ് കണ്ടെടുത്തു എന്ന്. ഇത് പുരാണത്തിലെ ശ്രീകൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്ന മണ്ണ് കണ്ടെടുക്കലായിരുന്നില്ല. ഭക്ഷിക്കാനൊന്നുമില്ലാതിരുന്നത് കൊണ്ട് മണ്ണ് വാരി തിന്ന കുട്ടിയുടെ ദയനീയമായ ചിത്രമായിരുന്നു. വെൽഫെയർ പാർട്ടിക്ക് ചോദിക്കാനുണ്ട്, 25,000 റെഡ് വോളണ്ടിയേഴ്സിനെ അണിനിരത്തിയതിൽ നിന്ന് ഒരാൾക്ക് തയ്ക്കുന്ന യൂണിഫോമിന്റെ വിലമതിയായിരുന്നു ഈ പെൺകുട്ടിയുടെ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്നുള്ളത്. ദാരിദ്ര്യം എന്നതറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ദാരിദ്ര്യം എന്നതറിഞ്ഞവർക്കേ വിശപ്പറിയണം. വിശക്കുന്നവന്റെ പാർട്ടിയാണ്, കിടക്കാൻ ഭൂമിയില്ലാത്തവന്റെ പാർട്ടിയാണ്, ഹന്തിയുറങ്ങാൻ സ്ഥലമില്ലാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചത് കൊണ്ട് മാത്രം ആയില്ല. പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും, അത് പ്രാവർത്തികമാക്കാൻ ഇവർക്കാർക്കും സാധിച്ചില്ല എന്ന് മുല്ലപ്പെരിയാറിന്റെ ഭീതിയിൽ നിന്ന് പിറവത്തേക്കും പിറവത്തു നിന്ന് നെയ്യാറ്റിൻകരയിലേക്കുമൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നവർ അവർ വിതച്ചതായ സാഹചര്യങ്ങളെ കുറിച്ച് മറന്നുപോയിരിക്കുന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് ആളുകളെ പ്രകാരമാണ് അണിചേരുന്നത് എന്ന് മറ്റുള്ളവർ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്രകാരമാണ് ഇവർക്ക് ഈ 6 മാസക്കാലത്തിനുള്ളിൽ 14 ജില്ലകളിലും 85-ലധികം മണ്ഡലങ്ങളിലും അതിനുശേഷം പഞ്ചായത്തുകളിലേക്കും പഞ്ചായത്തുകളിൽ നിന്ന് വാർഡ് തലങ്ങളിലേക്കും ഒക്കെ പാർട്ടിയെ വേരുറപ്പിക്കുവാനായി സാധിച്ചത്? 60 വർഷം പണിയെടുത്തവർ, 1947 എത്തിയവർ തങ്ങളുടെ വിഭാഗീയതയെ പുറത്തറിയിക്കാതിരിക്കുന്നതിന് വേണ്ടി കുതിര കച്ചവടത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 15,000 അംഗങ്ങളെ ചേർക്കണമെന്നാണ് എങ്കിൽ പ്രസിഡന്റിനോട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, 15,000-ലൊക്കെ ആളുകളുടെ എണ്ണം കഴിഞ്ഞിട്ട് ദിവസം എത്രയായി എന്നുള്ളത്.
ആളുകൾ അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ ഞങ്ങളെ എടുക്കുമോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന് ധാർമ്മികമായ ബോധത്തിന്റെ പിന്തുണയോടെ, ആത്മീയമായ പശ്ചാത്തലത്തിന്റെ സത്യസന്ധതയോടെ ജനമനസ്സുകളിലേക്ക് മനസ്സ വാച കർമ്മണ ഏകോപിപ്പിച്ചുകൊണ്ട് കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന നേതൃത്വം മുതൽ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്ന ഭാരവാഹികളെ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ബഹുസ്വരതയെ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. നാനാത്വത്തിൽ ഏകത്വത്തെ കണ്ടെത്താനും വൈരുദ്ധ്യങ്ങളിൽ സൗന്ദര്യത്തെ കണ്ടെത്തുന്നതിനും സാധിക്കുന്ന രീതിയിൽ അതിലേക്ക് ജനങ്ങൾ നാനാജാതി ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യത്വത്തിന്റെ തലം വെച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ കണ്ടുമുട്ടിയ ഭാരവാഹികൾ എല്ലാവരും തന്നെ ശീതീകരിച്ച മുറികളിൽ ഇരുന്നവരോ ശീതളഛായയിൽ ഇരുന്നവരോ ആയിരുന്നില്ല. അവരെല്ലാവരും തന്നെ സമകാലിക മുഖ്യധാര രാഷ്ട്രീയക്കാർ കാണുന്ന രാഷ്ട്രീയത്തിന്റെ നിർവചനം അല്ലാതെ തന്നെ, അവർ കൊടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ നിർവചനം അല്ലാതെ ഇടപെട്ടുകൊണ്ടിരുന്നവരായിരുന്നു. ഇവരെ പരസ്പരം കണ്ടുമുട്ടിയത് പ്ലാച്ചിമടയിൽ നിന്നായിരുന്നു, ഇവരെ കണ്ടുമുട്ടിയത് മൂലംപിള്ളിയിൽ നിന്നായിരുന്നു, ഇവരെ കണ്ടുമുട്ടിയത് പാലിയേക്കരയിൽ നിന്നായിരുന്നു, വിളപ്പിൽ ശാലയിൽ നിന്നായിരുന്നു, പെട്ടിപ്പാലത്തു നിന്നായിരുന്നു, ചെങ്ങറയിൽ നിന്നായിരുന്നു, വൈപ്പിൻകരയിൽ നിന്നായിരുന്നു, അരൂരു നിന്നായിരുന്നു, കുമ്പളത്തു നിന്നായിരുന്നു, ഇടപ്പള്ളിയിൽ നിന്നായിരുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും ജീവിതത്തെ മനസ്സിലാക്കിയവരാണ് ഇവര്. കണ്ടറിഞ്ഞവരാണ്, തൊട്ടറിഞ്ഞവരാണ്, മണത്തറിഞ്ഞവരാണ്, രുചിച്ചറിഞ്ഞവരാണ്, സ്പർശിച്ചറിഞ്ഞവരാണ്. ഇവരാരും ഫോൺ വഴി കേട്ട് പോയവരല്ല. പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാൻ മടിച്ചിരുന്ന മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നവർ, ടി.പി. ചന്ദ്രശേഖരന്റെ മരണം നടന്ന് സാംസ്കാരിക ഭുജിത്വം എന്ന് പറയുന്നവർ, ആരും തന്നെ കടന്നു ചെല്ലാതിരുന്നപ്പോൾ കേരളത്തിനപ്പുറത്തു നിന്ന് 84 വയസ്സുള്ള മാതൃത്വത്തിന്റെ സവിശേഷതയുള്ള ആക്ടിവിസ്റ്റ് ആയിരിക്കുന്ന മഹാശ്വേതദേവി വേണ്ടി വന്നു രമയെ അവിടേക്ക് കടന്നു ചെന്ന് ആശ്വസിപ്പിക്കുവാൻ എന്നുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം കണ്ട ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്നാണ്. ഇന്ന് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആളുകൾക്കാണ് പ്രസക്തി. അവർക്ക് പ്രായം നോക്കേണ്ടതില്ല. അവർ 84 വയസ്സിൽ വീൽ ചെയറിൽ ഇരുന്നിട്ടാണെങ്കിലും ആ കുടുംബത്തിലേക്ക് വരാനുള്ള ഇച്ഛാശക്തി കാണിച്ചു. ഇവിടുത്തെ എഴുത്തുകാർ കൂലി എഴുത്തുകാരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ കൂലി മാധ്യമങ്ങളായി പെയ്ഡ് ന്യൂസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ആരോപിക്കുമ്പോൾ, ഇവരൊക്കെ അക്കാഡമികളിൽ, സാഹിത്യ അക്കാഡമികളിൽ, ലളിതകലാ അക്കാഡമികളിലൊക്കെ തന്നെ തനിക്ക് ലഭിക്കാവുന്ന സ്ഥാനവും അംഗീകാരവും മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനെ ശ്രീമതി സുഗതകുമാരി ടീച്ചർ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുക കൂടി ചെയ്തു. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഞങ്ങൾ ഇത്ര കാലം പ്രതികരിച്ചിട്ട് എന്തായി എന്ന് അത് ചോദിക്കുവാനുണ്ടായ കാരണം എന്താണ്? ശ്രീ രമേശ് ചെന്നിത്തല നടത്തിയ ഉപവാസ സമരവേളയില് ശ്രീമതി കെ പി സുധീര എന്ന് പറയുന്ന എഴുത്തുകാരി വന്നു നിന്ന് പറഞ്ഞു, രമ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, മരം വെട്ടുമ്പോൾ പോലും പ്രതികരിക്കുന്ന ഇവിടത്തെ എഴുത്തുകാർ, ഇവിടത്തെ സാംസ്കാരിക നായകർ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചിട്ട് പ്രതികരിച്ചില്ല എന്ന് അവരവിടെ വന്ന് പറഞ്ഞു. അത് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല പറയുവാൻ എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൂചിപ്പിച്ചു. ഞാൻ അല്പം ആദ്യകാല ജീവിതത്തെക്കാൾ ഭേദപ്പെട്ട ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം സീരിയലും അല്പം സൗന്ദര്യവും അല്പം ഗ്ലാമറും അല്പം ബുദ്ധിയും ഒക്കെയുള്ള കാലമാണ് എനിക്കിന്ന്. നടക്കട്ടെ, അദ്ദേഹം വളരെ സുഖമായി ജീവിക്കട്ടെ, അതിലിവിടെ ആർക്കും വിരോധമില്ല. വിജയലക്ഷ്മി ഒരുപാട് കണ്ണീര് കുടിച്ചതല്ലേ, ആ വിജയലക്ഷ്മി നല്ലൊരു ഭാര്യയായിട്ട് അവർ സ്നേഹപൂർവ്വം അവരുടെ ദാമ്പത്യ ജീവിതം നയിക്കട്ടെ. അതിൽ വെൽഫെയർ പാർട്ടി വെൽഫെയർ ചിന്തിക്കുന്നത് കൊണ്ട് അതിലൊന്നും ഒരു കുറ്റവും കാണുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ചു, എന്താണ്, എനിക്ക് ഭയമാണ് പ്രതികരിക്കുവാൻ എന്ന്.
എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ എനിക്ക് ഭയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇത്രയും കാലം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്തിനും ഏതിനും കവിത എഴുതുകയും കഥ എഴുതുകയും നോവൽ എഴുതുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്നവർക്ക് ഇപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു ഭയം കടന്നു വന്നത് എന്ന് വെൽഫെയർ പാർട്ടി സംശയിക്കുന്നതും ഉണ്ട്. അധികാരം എന്ന് പറയുന്ന, സുഖം എന്ന് പറയുന്ന ഒരു തലത്തിൽ ഉണ്ടാകാവുന്ന ആ ഒരു കാണപ്പെടാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ ഭുജിത്വവും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വെൽഫെയർ പാർട്ടി സംശയിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു പുതിയ ജനത, ഒരു പുതിയ സമൂഹം, ഒരു പുതിയ രാഷ്ട്രീയ വിവേകം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഇവരാരും തന്നെ, ഈ വെൽഫെയർ പാർട്ടിയുടെ വക്താക്കളായി കടന്നു വരുന്നവരാരും തന്നെ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടന്നിരുന്നവരല്ല. ഏതെങ്കിലും പടലപ്പിണക്കത്തിന്റെ പേരിൽ എവിടെ നിന്നെങ്കിലും പടിയിറങ്ങി വന്നവരല്ല. അധികാരം കൊതിച്ചുകൊണ്ട് പലവിധ കാര്യങ്ങളിൽ സഞ്ചരിച്ചിരുന്നവർ അല്ല. അവർ അവരുടെ ജീവിതത്തെ ആർദ്രമായി, സ്നേഹമായി, സാന്ത്വനമായി, കാരുണ്യമായി കണ്ടുകൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഇടപെടേണ്ടതായ തലങ്ങളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു. ജീവിതത്തിന്റെ ധന്യതയെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അർത്ഥസ്വരം കേട്ടൊരു കാതുകാത്, കാരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി, സാന്തോക്തിയോദീടിന ജിഹ്വ ജിഹ്വ, സാധുക്കളെ താങ്ങിന ബാഹുബാഹു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടപെടേണ്ടതായ കാര്യങ്ങളിൽ അവർ ഇടപെടും. ഇനി കൂടുതലായി ഇടപെടാൻ പോകുന്നു. ഇത് പഞ്ചായത്ത് പ്രഖ്യാപനമാണ്. പഞ്ചായത്ത് പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രാസ് റൂട്ട് ലെവലുകളിലേക്ക് പാർട്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പാർട്ടിക്ക് ഇവിടെ ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം പഞ്ചായത്ത് തലങ്ങളിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായി പോരാടുന്നതിന് പാർട്ടി സജ്ജമാകേണ്ടിയിരിക്കുന്നു. 2012 ഏപ്രിൽ 1 മുതൽ 2013 മാർച്ച് 31 വരെ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നീക്കി വെക്കപ്പെട്ടിരിക്കുന്ന വിഹിതത്തെ കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി പൗരാവകാശത്തിന്റെ ആ തലത്തിൽ നിന്നുകൊണ്ട്, വിവരാവകാശ നിയമത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളായ ഭാരവാഹികൾ പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ആടിനെ കൊടുക്കുന്നതാർക്ക്, കോഴിയെ കൊടുക്കുന്നതാർക്ക്, കിണറ് കൊടുക്കുന്നതാർക്ക്, വീട് കൊടുക്കുന്നതാർക്ക്, കക്കൂസ് കൊടുക്കുന്നതാർക്ക്, അല്ലെങ്കിൽ കുടുംബശ്രീകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായി ഇടപെട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയാർന്ന നേതൃത്വം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. CIG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് വിനിയോഗിക്കപ്പെട്ടിരുന്ന ഫണ്ടുകൾ അവർ ചിലവഴിച്ചില്ല എന്ന്. അത് വെൽഫെയർ പാർട്ടി വിശ്വസിക്കുന്നില്ല. ചിലവഴിച്ചില്ല എന്നത് വിശ്വസിക്കുന്നില്ല. ചിലവഴിക്കായി പോയി എന്ന് തന്നെയാണ് വിശ്വാസം. ഇനി 2012 മുതലുള്ള ബജറ്റിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള അഴിമതികളിലൂടെ സമ്പത്ത് കൈകാര്യം ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാർ കടുങ്ങല്ലൂർ പഞ്ചായത്തിലുണ്ടെങ്കിൽ അവർ ആ സ്വപ്നം അവിടെ വാങ്ങിവെച്ചേക്കൂ എന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നേടിയതൊക്കെ നേടി, ഇനി നേടാൻ കഴിയില്ല. ഞങ്ങളുടെ നിസ്സംഗത, ഞങ്ങളുടെ കുറ്റബോധം, ഞങ്ങളുടെ പശ്ചാത്താപം എല്ലാം നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് അംഗീകാരം നൽകുന്ന പുതിയ ഒരു സമൂഹത്തെ, അർഹതപ്പെട്ടവർക്ക് വീട്, നമ്മൾ ഗ്രാമസഭകളിൽ ചെല്ലും. ഇതുവരെ നടന്നിരുന്നത് ഗ്രാമസഭകളിൽ ഒരു ലിസ്റ്റ് വായിക്കും, നമ്മളെല്ലാവരും അത് അംഗീകരിച്ചു പോരും. നമ്മൾ കാണുന്ന ലിസ്റ്റ് അല്ല. പഴയ ബിസിനസ്സുകാരില് പായ കച്ചവടത്തെ കുറിച്ച് ഒരു കഥ പറയും. കാണിക്കുന്ന പായ ഇങ്ങനെ മെത്തപ്പായയുടെ കച്ചവടം ഉണ്ട്. അതിങ്ങനെ ചുരുട്ടി 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 വെച്ച് നമ്മളെ കാണിക്കുന്ന പായ അവസാനവും അയാളുടെ കയ്യിലുണ്ടാവും. മറ്റെല്ലാ പായയും വിറ്റുപോകുന്ന ഒരു പായ കച്ചവടക്കാരൻ. ആരെയും കുറ്റപ്പെടുത്തിയതല്ല, അത് ബിസിനസിന്റെ ട്രിക്കാണ്. അപ്രകാരം പായ കച്ചവടം നടത്തിയിരുന്ന രാഷ്ട്രീയ അഴിമതിക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ തീഹാർ ജയിലിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത്. നേടിയതൊക്കെ നേടിക്കോട്ടെ, അതൊക്കെ അവരവിടെ അങ്ങനെ അനുഭവിച്ചോട്ടെ. പക്ഷെ ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അധികാരത്തിലേറാൻ അവരാരും തന്നെ കുതിക്കേണ്ടതില്ല. ഇനി ന്യായമായവർക്ക്, അർഹതപ്പെട്ടവർക്ക് അർഹമായ കാര്യങ്ങളിലൂടെ നൽകുക തന്നെ ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വെൽഫെയർ പാർട്ടി വികസനത്തിനെതിരാണ് എന്ന്.
യാതൊരുവിധ കാരണവശാലും വെൽഫെയർ പാർട്ടി യാതൊരുവിധ വികസനത്തിനും എതിരല്ല. പക്ഷെ വികസനത്തിന്റെ പേരില് മൂലമ്പിള്ളിയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ടവര്, ലിബ്രയിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്നവര്, അവരെ കുറിച്ചൊക്കെ വെൽഫെയർ പാർട്ടി ചിന്തിക്കുന്നുണ്ട്. അവർ സ്വപ്നം കണ്ട ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട പുനരധിവാസം സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയാതെ ഇനി ഒരു വികസനത്തിന്റെ പേരിലും ഇവിടെ നിന്നൊരു മണ്ണ് ഒരു കുടുംബവും വിട്ടുകൊടുക്കുകയില്ല. വക്യം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ചാന്നാർ ലഹളയും ഒക്കെ നടത്തി നമുക്ക് വസ്ത്രം ധരിക്കുന്നതിനുള്ള ആ അവകാശവും യാത്ര നടത്തുന്നതിനുള്ള അവകാശവും നേടിയെടുത്ത ചുങ്കപ്പാതകളാക്കി മാറ്റിയിരിക്കുന്നു. സൗജന്യമായി നടക്കുന്നതായ നമ്മളുടെ പാതകളെ ചുങ്കപ്പാതകളാക്കിക്കൊണ്ട് പാലിയേക്കരകൾ കൂടിയാണ് വരുന്നത്. 85 രൂപ 125 രൂപ വീതം കൊടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുത്തിരിക്കുന്നു. എന്തിനാണ് ഈ ബിവോട്ടിവൽക്കരണം? അതിനെതിരെ വെൽഫെയർ പാർട്ടി ശക്തമായി ചിന്തിക്കുന്നുണ്ട്. പെരിയാറിന്റെ മലിനീകരണത്തെ കുറിച്ച്, മത്സ്യങ്ങൾ ചത്ത് പൊങ്ങുന്നതിനെ കുറിച്ച്, ഈ പെരിയാർ എന്ന് പറയുന്ന നദിയുടെ സാംസ്കാരികതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിസര മലിനീകരണത്തിന്റെ, ചൂർണിക്കര പഞ്ചായത്തിന്റെ ആ മലിനീകരണത്തില് അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യങ്ങളില്, മദ്യനയത്തില്, എല്ലാത്തിലും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് അതിൻ്റെതായ ദർശനമുണ്ട്, അതിൻ്റെതായ തലങ്ങളുണ്ട്, അതിൻ്റെതായ ന്യായങ്ങളുണ്ട്, അതിൻ്റെതായ നീതിബോധമുണ്ട്. സാമൂഹിക നീതിയുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ വളരെ വലിയ ദർശനവുമായിട്ടാണ് പാർട്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നവോത്ഥാന നായകന്മാരോട് ഇതിന് പങ്കാളിത്തമുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞു വെച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനിക ബോധത്തോട് വെൽഫെയർ പാർട്ടിക്ക് ആഭിമുഖ്യമുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്ര എന്ന് പറഞ്ഞു വെച്ച തത്വശാസ്ത്രത്തോട് സാമീപ്യമുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്റെ സുഖത്തിനായി വരണമെന്ന് പറഞ്ഞ നീതിബോധത്തോട് വെൽഫെയർ പാർട്ടിക്ക് കടപ്പാടുണ്ട്. വെൽഫെയർ പാർട്ടി മനുഷ്യന്റെ പാർട്ടിയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ എന്ന് പറയുമ്പോൾ അവിടെ സമത്വമുണ്ട്, അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ സാഹോദര്യമുണ്ട്. അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങളല്ല, ക്രിസ്ത്യാനിയുടെ നിയമങ്ങളല്ല, ഹിന്ദുവിന്റെ നിയമങ്ങളല്ല, ബുദ്ധന്റെ നിയമങ്ങളല്ല, മതമില്ലാത്തവന്റെ നിയമങ്ങളല്ല, യുക്തിവാദികളുടെ നിയമങ്ങളല്ല, നിരീശ്വരവാദിയുടെ നിയമങ്ങളല്ല. അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്, പൗരാവകാശങ്ങളെ കുറിച്ചാണ്. ആ പൗരാവകാശങ്ങളാണ് എങ്കിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൊടിക്ക് കീഴിൽ ആർക്കുമണി ചേരാം. അത് മനുഷ്യന്റെ പാർട്ടിയാണ്. ബോധിവൃക്ഷ തണൽ പറ്റി നിൽക്കേണ്ട ബോധമുള്ളിയിലുദിക്കുകിൽ കാൽവരി കുന്നിലെ കഥ പാടേണ്ട കാണി നേരം മനുഷ്യനാകുകിൽ എന്ന് പഠിപ്പിച്ച പാർട്ടിയുടെ നയമാണത്. ഇവിടെ മനുഷ്യനാണ്, ചേരിതിരിവുകൾ വേണ്ട. വിവിധങ്ങളായ കാരണങ്ങളാൽ ഇനിയും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയെ അപകീർത്തികരമായി സമീപിക്കുന്നവരോട് ഒറ്റ മറുപടി മാത്രമേ പറയുവാനുള്ളൂ: നിങ്ങൾ അതിന് ശ്രമിച്ചാലും ഞങ്ങൾക്കാരോടും ശത്രുതയില്ല. വെൽഫെയർ പാർട്ടി വെക്കുന്ന സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും സർക്കാരിന്റെ കണക്കിൽപ്പെടാത്തതായ 80,000 ആദിവാസികളോടുമുണ്ട്. ആ 80,000 ആദിവാസികളുടെ ഇടയിൽ തന്നെ വിവാഹം കഴിക്കാത്ത, 18 വയസ്സ് പൂർത്തിയാകാത്ത അമ്മമാരെ കുറിച്ചുള്ള വേദന വെൽഫെയർ പാർട്ടിക്കറിയാം. ഈ 80,000 പേരുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സർക്കാരിന്റെ കണക്കിലില്ല. സർക്കാരിന്റെ കണക്കിലില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ടില്ല. വോട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് റേഷൻ റേഷൻ കാർഡില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് 1 രൂപയ്ക്ക് അരിയില്ല. പക്ഷെ ആ 80,000 ആദിവാസികളെയും നെഞ്ചോട് ചേർക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ഇറ്റാലിയൻ കപ്പലുകാർ വേദനയോടെ വെടിവെച്ച് വീഴ്ത്തിയ മത്സ്യത്തൊഴിലാളികളുടെ വേദനയെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. അങ്ങനെ ദളിത് ക്രൈസ്തവരുടെ, അവശ്യ ക്രൈസ്തവരുടെ, സവർണരിൽ തന്നെയുള്ള സവർണരുടെ
സുന്നികളുടെ, മുജാഹിദുകളുടെ, യാക്കോബയുടെ, ലത്തീൻ കത്തോലിക്കരുടെ ഏതേതൊക്കെ വിഭാഗങ്ങളിൽ നിങ്ങൾ ചേക്കേറിപ്പോയാലും അവരൊക്കെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നിൽക്കുന്ന മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യർക്ക് ഇടമുള്ള പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് അതിൻ്റെതായ വൈകാരികതയുണ്ട്, അതിൻ്റെതായ സ്നേഹമുണ്ട്, അതിൻ്റെതായ ഊഷ്മളതയുണ്ട്, അതിൻ്റെതായ രാഷ്ട്രീയ വിവേകമുണ്ട്. അതുകൊണ്ട് സമകാലിക രാഷ്ട്രീയം ഭീതികരമായ രീതിയിൽ, ഭീഭത്സകരമായ രീതിയിൽ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിന്റെ സംശുദ്ധിയെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന മഹത്തായ കർമ്മമാണ് നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാനുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന അവരെ കുറിച്ച് നേരിട്ട് അറിയില്ലെങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അവരുടെ ദർശനത്തെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളില് അവർക്ക് ഇവിടെ വളരെ വലിയ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കും. ജനസാഗരങ്ങളിലേക്ക്, സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഇച്ഛാശക്തിയും മനസ്സും ആർജവവും ഉള്ളവരാണ് ആ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികൾ. അവരുടെ കടമ നിർവഹിക്കുന്നതിന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിങ്ങളുടെ ഏവരുടെയും സ്നേഹത്തിന്റെയും ആശംസകളുടെയും പ്രാർത്ഥനയുടെയും തലത്തിൽ നിന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ വിടവാങ്ങുന്നില്ല, ഉപസംഹരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ നിസ്സംഗത പുലർത്തിയിരിക്കുന്ന വലിയ വിഭാഗം സ്ത്രീജനങ്ങളെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കെട്ടുപാടുകളിൽ പെട്ടുപോയത് കൊണ്ട്, ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് പോരാൻ കഴിയാതെ കച്ചട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന രീതിയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇപ്പോൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ സാന്ത്വനമാകുന്ന, അവർക്കൊക്കെ ആശ്രയമാകുന്ന, അവർക്കൊക്കെ അഭയമാകുന്ന, അവർക്കൊക്കെ ഇച്ഛാശക്തിയോടെ, നീതിബോധത്തോടെ, സ്വാതന്ത്ര്യബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പുതിയ പാർട്ടി കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന അറിവ്, ദിവ്യ ചക്ഷുസ്, ജ്ഞാനത്തിൻ്റെതായ ഒരു തിരിച്ചറിവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി അതിന്റെ ഭരണസാരഥികൾ അങ്ങനെ ജൈത്രയാത്രയുടെ ഭാഗമായി അഹോരാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്കുള്ള ഈ യാത്ര അവിരാമം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. പ്രൗഢോജ്വലമായ പ്രഭാഷണത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയും കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ പാർട്ടി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റിന് നന്ദി. അടുത്തത് വെൽഫെയർ പാർട്ടിയുടെ